എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത്. 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പ്രാവ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ ഇഷ്ടം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നോ സ്നേഹിക്കുന്നോ എന്നോ. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എത്തുന്നു, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയോ ഒരുമിച്ച് കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ കാര്യങ്ങൾ പറയുന്നു, കൂടുതലൊന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കാതെ ഇരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം, ഒരു ആകർഷണം തോന്നുന്നു. പക്ഷെ ആ വ്യക്തി ഇതുവരെ അത് പുറത്തു പറയുകയോ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കൃത്യമായ ആ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അത് മറച്ചു വെക്കുമ്പോഴും ആ വ്യക്തി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വെക്കാൻ തന്നെയാണ്. പക്ഷെ പല സന്ദർഭങ്ങളിലും ആ വ്യക്തി ചിലത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി അതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ ഇരിക്കുന്നു. മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. പറയുമെന്ന് നിങ്ങൾ കരുതുന്ന സമയത്ത് ആ വ്യക്തി അത് മനസ്സിൽ കൃത്യമായി മറച്ചു വെക്കുന്നു. അങ്ങനെ വീണ്ടും ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി മറ്റേതെങ്കിലും കാര്യം നിങ്ങളോട് പറയുന്നു. അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ പറയാതെ, കൃത്യമായി ഒന്നും പറയാതെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചില ധാരണകളുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കൃത്യമായ ചില ആവശ്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം ഉണ്ട് എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഒരുപക്ഷെ അത് പെട്ടെന്ന് തുറന്ന് നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമല്ല, നിങ്ങളോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ ആ വ്യക്തി അത് പറയാതിരിക്കുകയാണ്. ഇനി നിങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങളതേക്കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ വ്യക്തിയായിട്ടത് പറയുന്നുമില്ല. അങ്ങനെ 2 ധ്രുവങ്ങളിൽ 2 രീതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. പറഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നമാകാം, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ ഇതേ കാര്യം തന്നെ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ആ വ്യക്തി അത് പറയാതിരിക്കുന്നു, കൃത്യമായി മറച്ചു വെക്കുന്നു. അതായത് നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്, നിങ്ങളെ ആ വ്യക്തിക്ക് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷെ ആ വ്യക്തി അത് തുറന്നു പറയാതെ കടന്നു പോകുന്നു. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെ കാണുന്നതും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ഇവിടെ വ്യക്തവുമാണ്. പക്ഷെ അത് ആ വ്യക്തി കൃത്യമായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. എത്ര നാൾ ആ വ്യക്തി അത് മറച്ചു വെക്കും എന്നുള്ളത് രൂപമില്ല. ഇപ്പോഴും ആ വ്യക്തി അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് പറന്ന് താഴേക്ക് വരാൻ പോകുന്ന പരുന്തിനെ പൈലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗ് ആണ്. എവിടെയും ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെയും മുകളിലെത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിൻ്റെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും നേതാവാകാനും എല്ലാവരുടെയും രക്ഷകനും രക്ഷകയൊക്കെ ആകാനായിട്ട് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്.
ഈ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ചില ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളോടത് തുറന്ന് പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ആ വ്യക്തിയുടെ വില പോകുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോഴുള്ള കെട്ടി ഉയർത്തിയ ആ ഒരു പൊസിഷൻ നഷ്ടമാകുമോ എന്നുള്ളതാണ് ആ വ്യക്തി ഭയപ്പെടുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളെ എപ്പോഴും കാണുകയും വേണം, നിങ്ങളോട് സംസാരിക്കുകയും വേണം. നിങ്ങളായിട്ടത് പറഞ്ഞ് റെഡിയാക്കിയാൽ, നിങ്ങളായിട്ട് ആ വ്യക്തിയോടത് ആവശ്യപ്പെട്ടാൽ, അത് ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളായിട്ട് ആവശ്യപ്പെടട്ടെ എന്നാണ് ആ വ്യക്തി കരുതുന്നത്. അതിനുവേണ്ടി ആ വ്യക്തി പലതരത്തിലുള്ള കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമാകുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അതിലേക്ക് ആ വ്യക്തി വരുന്നില്ല. ആ വ്യക്തിക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷെ ആ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടത് ആവശ്യപ്പെടാൻ ആ വ്യക്തിയുടെ ദുരഭിമാനം പുറകോട്ട് വലിക്കുകയാണ്. അതാണിപ്പോൾ നടക്കുന്നത്. പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ബന്ധത്തെ അത് ബാധിക്കുമോ, എൻ്റെ അവസ്ഥ എന്താണ്, എനിക്കിപ്പോൾ ഉള്ള സ്ഥാനം പോലും നൽകുകയില്ലേ, അങ്ങനെയുള്ള സംശയങ്ങളാണ് ഈ വ്യക്തിക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് അത് ഒഴിഞ്ഞു പോയാൽ മാത്രമേ നിങ്ങളോട് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ എപ്പോഴും എത്ര ഉയരത്തിലാണെങ്കിലും താഴെയുള്ള നിങ്ങളെ കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിലേക്ക് ആണ് ആ വ്യക്തി വരുന്നത്. എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കണം. ആ വ്യക്തി എത്ര ഉയർന്ന പൊസിഷനിലാണെങ്കിലും ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളെ കാണാതെ ഇരിക്കാൻ കഴിയില്ല. എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ട് ഇരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത രീതിയിൽ പോകുന്നു. മറ്റുള്ള ഒരുപാട് പേര് ആ വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടായിരിക്കും. ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ആ വ്യക്തി ആകർഷിക്കപ്പെട്ടത് നിങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഈ തുറന്നു പറയാത്ത ശൈലി ആ വ്യക്തിയെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു ഐഡിയ ഒരുപക്ഷെ കിട്ടുന്നില്ല. എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പറയും, എന്തായിരിക്കും ഞാൻ പറഞ്ഞാലുള്ള അവസ്ഥ എന്നീ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ വ്യക്തിക്ക് ടെൻഷനുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ പറയാതിരിക്കുമ്പോഴും ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആലോചിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.